ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ വിയോഗത്തിന് പിന്നാലെ ദുരൂഹതകൾ നീക്കാൻ വഴിത്തിരിവാകുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. അങ്ങേയറ്റം വൈകാരികവും എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും തയ്യാറാക്കിയ കത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കി. ന്യൂസ് ഫസ്റ്റ് പ്രൈം എന്ന നോൺ ലീഡ് പോർട്ടലാണ് ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തുവിട്ടത്. 9 പേജുള്ള കുറിപ്പ് എന്നാണ് സൂചന. താൻ ഈ കടുങ്കൈ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കാതെ തന്നെ കുടുംബത്തോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ് ഈ കുറിപ്പ് തുടങ്ങുന്നത്. തന്നെ സ്നേഹിക്കുന്നവർ തനിക്ക് മാപ്പ് നൽകണമെന്നും അദ്ദേഹം കത്തിൽ കുറിച്ചു. കത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ജീവനക്കാർക്കും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിൽ ദീർഘകാലമായി കൂടെ നിൽക്കുന്ന വിശ്വസ്തരായ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും തന്റെ മരണശേഷം തഴയരുത് എന്ന പ്രത്യേക അഭ്യർത്ഥന കത്തിലുണ്ട്. സ്ഥാപനത്തിന്റെ വളർച്ചയിൽ അവരുടെ പങ്ക് വലുതാണ് എന്നും അവർ എന്നും കൂടെ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. CJ റോയിയുടെ അഭാവത്തിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചുക്കാൻ ആര് പിടിക്കണം എന്നതിനെ കുറിച്ച് കുറിപ്പിൽ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ബിസിനസ് ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ വിഭജിക്കണം, ആരെയൊക്കെ ചുമതലപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു നയരേഖയിൽ എന്ന പോലെ അദ്ദേഹം വിശദീകരിച്ചു വെച്ചിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ കുറിപ്പ് നൽകിയിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. തനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള പണത്തെക്കുറിച്ചും നൽകാനുള്ള സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ സാമ്പത്തിക രഹസ്യങ്ങളും ഇടപാടുകളുമെല്ലാം ഭാര്യയ്ക്ക് അറിയാമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും മൊഴി രേഖപ്പെടുത്തുന്നതോടുകൂടി സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥർ റെയ്ഡിനായി ബാംഗ്ലൂരു കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്തെത്തിയത് ജനുവരി 30-നായിരുന്നു. ഇതിനിടെ ഇന്നലെ 11 മണിയോടുകൂടി റെയ്ഡ് പ്രശ്നമാകുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ടൂ മച്ച് ട്രബിൾ എന്ന വിദേശത്തുള്ള സഹോദരൻ ബാബു റോയിക്ക് CJ റോയി സന്ദേശം അയച്ചതായും വിവരമുണ്ട്. ഇതിന് പിന്നാലെയാണ് റോയി ജീവൻ ഒടുക്കിയത് എന്നാണ് സൂചന. ദുരൂഹതകൾ അവസാനിക്കുന്നില്ല എന്നും ഇതിലൂടെ വ്യക്തമാകുന്നു. റെയ്ഡിനിടെ IT ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയെങ്കിലും ആത്മഹത്യാക്കുറിപ്പിലെ സാമ്പത്തിക വിവരങ്ങൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ആർക്കൊക്കെയാണ് CJ റോയ് പണം നൽകാനുണ്ടായിരുന്നത്, ആരിൽ നിന്നൊക്കെയാണ് പണം വരാനുണ്ടായിരുന്നത്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിക്കൊണ്ടാണ് SITയുടെ അടുത്ത ഘട്ട നീക്കം.